കാനഡയിലെ പാർലമെൻറ്റിലെ ഇപ്പം പ്രതിപക്ഷ നേതാക്കളൊക്കെ ആരോപിക്കുന്നത് കാനഡയിൽ അനധികൃതമായിട്ട് കുറേ പേർക്ക് PR കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അനധികൃതം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ജോലി ഉണ്ട്, ഇല്ലാത്ത ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് അതുവഴി PR കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് എന്നാണ് പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഊന്നി പറയുന്നത്. ഇതിനുത്തരമായിട്ട് കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും PR കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷൻ എല്ലാം തറവായിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഫോൾസ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടാണ് PR കിട്ടിയെങ്കിൽ അവരെല്ലാം PR വരെ അവർ റദ്ദാക്കുമെന്നാണ്. മാത്രമല്ല ഇനിയും PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെല്ലാം ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അതൊക്കെ ജെന്യുവിനായിട്ട് അവർ വിശ്വസിക്കത്തുള്ളൂ. അതിന് ശേഷം മാത്രമേ അവർക്ക് PR കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം PR കിട്ടിയിട്ടുള്ളവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇനി PR കിട്ടാൻ ഇരിക്കുന്നവരുടെ ഡോക്യുമെൻറ്റ്സ് അവർ 100% 2 or 3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ PR ഒക്കെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി ആ PR ആപ്ലിക്കേഷന് വേണ്ടി അവരൊരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചും കരുതലോടും കൂടി വേണം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ കാനഡയിലെ പല ജോലി സ്ഥലത്തും അവരൊക്കെ ഒരു PRന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ഓഫറൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ഇവിടെ 1 വർഷം ശമ്പളം ഇല്ലാതെ തന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PRൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് PRന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സൈൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശമ്പളം ഇല്ലാതെ തന്നെയാണ് പല ആൾക്കാരും ഇപ്പം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ചൂഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കാനഡ ഗവൺമെൻറ്റിന് ബോധ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എംപ്ലോയേഴ്സ് പ്രത്യേകിച്ച് PR ഓഫർ ചെയ്തിട്ടാണ് ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്പനി തന്നെ പൂട്ടാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും എന്നൊക്കെയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ കാനഡയിലെ ഭരണപക്ഷമായിട്ടുള്ള ലിബറൽ പാർട്ടി അവർ പ്രഖ്യാപനം നടത്തിയത്. കാനഡ പാർലമെൻറ്റിൽ തന്നെയുള്ള ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള സുഖ്മാൻ ഗില്ല് ആ പാർലമെൻറ്റിൽ പറഞ്ഞത് ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് ഇവിടെ ടെമ്പററി പെർമിറ്റ് പോലും ഇല്ലാതെ ഇല്ലീഗലായിട്ട് ഓവർ സ്റ്റേ ചെയ്യുന്നത്. അതായത് അവർ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം ലീഗലായിട്ട് ഒരു സ്റ്റാറ്റസും ഇല്ലാതെ എന്തെങ്കിലും ചെറിയ എക്സ്റ്റൻഷനൊക്കെ എടുത്ത് കാനഡയിൽ തുടരുന്നുള്ളത് തന്നെ ഏകദേശം 5 ലക്ഷം പേരോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനുത്തരമായിട്ട് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് ഈ വർഷം അവസാനം, അതായത് 2025 ലാസ്റ്റോടുകൂടി അല്ലെങ്കിൽ 2026 തുടക്കത്തോടുകൂടി അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കണ്ടുപിടിച്ച് അവർക്കെല്ലാം അവരുടെ ആപ്ലിക്കേഷനിൽ ഒരു രീതിയിൽ എക്സ്റ്റൻഷൻ കിട്ടാത്ത രീതിയിൽ അതിനൊരു തീർപ്പുണ്ടാക്കും. അങ്ങനെയുള്ളവരെ എല്ലാം ഡീപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത്. മാത്രമല്ല ഇനിയും ഫ്യൂച്ചർ 2026 ഒരു ഇമിഗ്രേഷൻ പ്ലാൻ എന്താണെന്നുള്ളത് ഈ അടുത്ത മാസം, അതായത് നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അങ്ങനെ ആ പ്രഖ്യാപിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഓവർ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുന്ന രീതിയിൽ ഒരു നോട്ടീസ് അവർക്ക് അയക്കുകയും അതിനുശേഷം അവർക്ക് അതിനകത്ത് എലിജിബിളായിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും കാനഡയിൽ തുടരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും എന്നാൽ എലിജിബിലിറ്റി ഇല്ലാത്തവരെല്ലാം എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിട്ട് പോകണം എന്നുള്ളൊരു രീതിയിൽ ഒരു നോട്ടീസ് അയക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. കാനഡയുടെ ഇപ്പോൾ ടെമ്പററി വർക്ക് പെർമിറ്റൊക്കെ ഇത്രയധികം ഇഷ്യൂ ചെയ്യുന്നത് കാരണം കാനഡയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റൊക്കെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാനഡിയൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കും PR ഉള്ളവർക്കും ഒന്നും ജോലിക്കൊക്കെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ കാനഡിയൻസ് ആയിട്ടുള്ളവർ കാനഡയിലെ യൂണിവേഴ്സിറ്റിയൊക്കെ പഠനത്തിന് ശേഷം ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ ഈ ടെമ്പററി വർക്ക് പെർമിറ്റിലൊക്കെ വന്നിട്ടുള്ളവർ, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ പല ജോലികൾ കയ്യേറിയത് കാരണം അവർക്കൊന്നും സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ജോലി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് മിനിസ്ട്രിയിലുള്ള ആൾക്കാർ പറഞ്ഞത് കാനഡയിൽ ഇതിനൊക്കെയുള്ളൊരു നല്ല സൊല്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ടെമ്പററി വർക്ക് പെർമിറ്റിലൊക്കെ നിൽക്കുന്നവരുടെ എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ടുള്ളൊരു എംപ്ലോയറിൻ്റെ കീഴിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് ഡബിൾ ചെക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും എംപ്ലോയർ ഒരു കള്ളത്തരം കാണിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറുടെ പേരിൽ ഒരു ഹ്യൂജ് ഫൈൻ വരികയും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അതിന് തക്കതായിട്ടുള്ള ശിക്ഷയൊക്കെ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കാലങ്ങളിലൊക്കെ ഒരു ജോലിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PRന് വേണ്ടി എലിജിബിളായിട്ടുള്ള ജോലികളൊക്കെ കിട്ടാൻ എളുപ്പമായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള എംപ്ലോയേഴ്സ് എല്ലാം ഈ ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വരും എന്ന് കണ്ടിട്ട് അവർ കൂടുതലായിട്ട് നല്ല എംപ്ലോയേഴ്സിനെ മാത്രമേ അവരുടെ ജോലി സ്ഥലത്തൊക്കെ എടുക്കത്തുള്ളൂ. മാത്രമല്ല ജെന്യുവിനായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി PRന് വേണ്ടിയുള്ള എലിജിബിലിറ്റിയൊക്കെ എംപ്ലോയർ ഭാഗത്തുനിന്ന് അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് അവരുടെ ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2025 നവംബറിലാകുമ്പോഴത്തേക്ക് ഇനി ഒരു 3 വർഷത്തേക്ക്, അതായത് 2026-27 കാലഘട്ടത്തിലേക്കുള്ള ഇമിഗ്രേഷൻ പ്ലാൻ അവർ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ആ പ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഇപ്പോൾ കാനഡയിൽ ഇപ്പം ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ അവരുടെ പഠനശേഷം ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇനി PR സാധ്യത എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നമുക്കറിയാൻ സാധിക്കും. മാത്രമല്ല കഴിഞ്ഞൊരു 3 മാസത്തെ ഒരു എക്സ്പ്രസ് എൻട്രിയുടെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ള ഡ്രോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസം വെറും 1000 പേരെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. സ്കോർ ആവട്ടെ ഏകദേശം 534 അടുത്താണ് അവരുടെ കട്ട് ഓഫ് സ്കോർ തന്നെ അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഹെൽത്ത് കെയർ കാറ്റഗറിയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസിയുടെ ഒരു കാറ്റഗറിയിലൊക്കെ ആൾക്കാരെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഫീൽഡ്, അതായത് നമ്മളിപ്പോൾ കാനഡയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നേക്കുന്നത് തന്നെ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറിസമോ ബിസിനസ് ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ IT ഫീൽഡിലൊക്കെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ കൂടുതലും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവർ. അങ്ങനെയൊക്കെ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഏത് കാറ്റഗറിയിലാണ് അവർക്ക് PR കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തീരുമാനങ്ങളും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ട് പോലുമില്ല. ഇനി 26-ലെ PRൻ്റെ ഉള്ള റൂൾ അവർ പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്നിരുന്നാലും കാനഡയിലെ ഏറ്റവും ഇൻഡിമെൻ്റ് ആയിട്ടുള്ള ജോലികൾക്കുള്ളവർക്ക് മാത്രമേ കാനഡയിലെ ഒരു PRന് എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നമുക്കിതിൻ്റെ പൂർണ്ണ രീതിയിലുള്ള ഉറപ്പ് കിട്ടാൻ 1 മാസത്തോട് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.